പ്രായമായ ബ്രൂസ്ലിയെ നമുക്ക് സങ്കല്പിക്കാനാകുമോ? മെയ്വഴക്കവും ചുറുചുറുക്കുമുള്ള ആക്ഷൻ കൊണ്ട് ലോകമെമ്പാടും ആരാധകരെ ഉണ്ടാക്കിയ താരം ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയിരുന്നേനെ? എത്ര വയസ്സുണ്ടായേനെ? ആയോധന കലയെ ഒരു മത്സരമായി കണ്ടിട്ടില്ലാത്ത ബ്രൂസ്ലിക്ക് ഇഷ്ടം തത്വചിന്തയായിരുന്നു. ബ്രൂസ്ലിയുടെ 84ാമത് ജന്മവാർഷികമായിരുന്നു നവംബർ 27-ന്. ചൈനീസ് അമേരിക്കൻ ആയോധന കലകളുടെ ഹൈബ്രിഡ് രൂപത്തെ ഹോളിവുഡിന്റെ സ്ക്രീനിൽ മാസ്മരികമാക്കിയ ബ്രൂസ്ലി തലമുറകളുടെ ചെറുപ്പവും ആവേശവുമാണ്. 1973 ജൂലൈ 20-ന് ഹോങ്കോങ്ങിൽ വെച്ച് അന്ത്യശ്വാസമെടുക്കുമ്പോൾ 32 വയസ്സ് മാത്രമായിരുന്നു ആ അതുല്യ പ്രതിഭയുടെ പ്രായം. ഗെയിം ഓഫ് ഡെത്ത് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കാൻ പോയ ലീ ആ ഉറക്കത്തിൽ നിന്ന് പിന്നെ ഉണർന്നില്ല. ഹ്രസ്വമായ ജീവിതം കൊണ്ട് ഇതിഹാസമായി മാറിയതിനിടെ മരണവുമെത്തി. നവംബർ 27-ന് സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ലീയുടെ ജനനം. 5-ാം വയസ്സിൽ തന്നെ ഹോളിവുഡിലേക്ക്. 18 വയസ്സായപ്പോഴേക്കും 20 ചിത്രങ്ങൾ. ബോക്സിംഗും തായ്ചി എന്ന ചൈനീസ് ആയോധന കലയും ഇഴചേർത്ത് ഹൈബ്രിഡ് ആയോധന കലയ്ക്ക് ഗുരുവായ ഈ നടന് തത്വചിന്തയിലായിരുന്നു കൂടുതൽ താല്പര്യമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? സിനിമയോ അഭിനയമോ ചിന്തയിൽ പോലും ഇല്ലാത്തയാൾ. 55 വയസ്സുള്ള ലീയുടെ മകൾ ഷാനോൻ പറയുന്നത് ബ്രൂസ്ലിക്ക് സൂപ്പർ സ്റ്റാർ വിളി പോലും താല്പര്യമില്ലായിരുന്നു എന്നാണ്. താരപദവി വെറുമൊരു ഇല്യൂഷനാണെന്നും മികച്ചൊരു നടനാകണമെന്നാണ് ആഗ്രഹമെന്നും ലീ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങളിലും 20-ലധികം TV ഷോകളിലും ലീ അഭിനയിച്ചു. അതിലാദ്യത്തെ സൂപ്പർ ഹിറ്റായ ഫിസ്റ്റ് ഓഫ് ഫ്യൂരിയസിലെ ജാപ്പനീസ് പോരാളികൾക്ക് നേരെ ചുഴറ്റുന്ന നഞ്ചക്കാണ് ലീയുടെ എക്കാലത്തെയും ട്രേഡ് മാർക്ക്. ജാപ്പനീസ് അധിനിവേശത്തിനെതിരായ ചൈനീസ് ജനതയുടെ പ്രതിരോധത്തിന്റെ അടയാളമായാണ് ലീ ആ നഞ്ചക്കിനെ പ്രതിഫലിപ്പിച്ചിരുന്നതെന്നാണ് പിൽക്കാലത്ത് അടയാളപ്പെടുത്തുന്നതും. ആയോധന കലയെ സ്വയം പ്രകാശനമായാണ് ലീ നിർവചിച്ചത്. ഒരു മത്സര ഇനമായി അതിനെ കാണുന്നതിനോട് വിയോജിച്ചു. ആത്മപ്രകാശനത്തിനുള്ള മാർഗമായി ശരീരം ഉപയോഗിക്കാൻ ഈ കല ശിഷ്യർക്ക് അഭ്യസിപ്പിച്ചു കൊടുത്തു. നൃത്തസമാനമായ ദി വേ ഓഫ് ദി ഡ്രാഗണിലെ ചക് നിറോസുമായുള്ള പോരാട്ടം കൊറിയോഗ്രാഫ് ചെയ്തത് ലീ ആയിരുന്നു. സംവിധായകരും നിർമ്മാതാക്കളും തന്റെ രീതിയോട് പൊരുത്തപ്പെടില്ല എന്ന് കണ്ടതോടെ സ്വയം സംവിധാനവും നിർമ്മാണവും ഏറ്റെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചതിന്റെ ഫലമായിരുന്നു ആ ക്ലാസിക്. ഹോളിവുഡിൽ 3-ാം ലോക ജനതയെ മാറ്റി അവതരിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ലീയെ ഐക്കണാക്കി മാറ്റിയത്. സ്വന്തം ആഗോള ജനപ്രീതി ആയോധന കലയെ ജനകീയവൽക്കരിക്കുന്നതിന് ഉപയോഗിച്ചു. ഏഷ്യൻ ശരീരത്തെ കൊമേഡിക്കായി കണ്ട സ്ക്രീനിൽ സ്റ്റീരിയോ ടൈപ്പുകളെ ഉടച്ചുലി. ലോങ് സ്ട്രീറ്റ് എന്ന TV പരമ്പരയുടെ ആദ്യ എപ്പിസോഡിൽ ജെയിംസ് ഫ്രാൻസിസ്കസിനെ കിക്കു ചെയ്യാൻ പഠിപ്പിക്കുന്ന ബ്രൂസ്ലി ആദ്യം മനസ്സ് ശൂന്യമാക്കാനാണ് ഉപദേശിക്കുന്നത്. മനസ്സ് ശൂന്യമാക്കൂ, ജലം പോലെ അരൂപിയാകൂ, ബി വാട്ടർ മൈ ഫ്രണ്ട്. ബ്രൂസ്ലി എന്ന ഇതിഹാസം ലോകത്തോട് പറഞ്ഞ പാഠമാണത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.